മോളെ, ഇനിമോളെ എഴുന്നേക്ക് മോളെ. എത്രയാ പഠിക്കാനുള്ളത്? എന്നിട്ട് കിടക്കുന്ന കിടപ്പുണ്ട്. പെൺകുട്ടി പരീക്ഷ എടുത്തിരിക്കുക. അയ്യോ മമ്മി, രാത്രി കിടന്നപ്പോ ഞാൻ അടുക്കായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെ അറിയില്ലായി മമ്മി? പെണ്ണിന്റെ ഓരോ ചോദ്യങ്ങൾ. മോള് പോയി മൂത്രം ഒഴിച്ചിട്ട്. എന്തോ കാപ്പി. അയ്യോ, മോള് ബാത്റൂമിൽ പോയിരിക്കോ? അത് കൊള്ളാം. ഇവിടെ ഇരുന്ന് ഉറങ്ങാണോ? മിനി, ഇതാ മൂത്രമൊഴിക്കാൻ കൊണ്ടാക്കിട്ടെ മോള് ബാത്റൂമിൽ ഇരുന്ന് ഉറങ്ങുന്നു. ആ നിന്റെ അല്ലേ മോള്. ഉറങ്ങാൻ കിടന്നാ പിന്നെ ഇടി വെട്ടിയാ പോലും അറിയാത്ത പാർട്ടിയല്ലേ നീ. പിന്നെങ്ങനെ? ഓ പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങണം. രാത്രിയിൽ ഉറക്കാതിരിക്കുന്നതുകൊണ്ടാ ഞാൻ എഴുന്നേക്കാൻ വൈകുന്നത്. അതറിയാമോ? APPLE ആപ്പിൾ, BOY boy, CAT cat. ഡാഡി, എന്തൊരു തണുപ്പ്. ഡാഡി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. തണുപ്പ് മാറും. ചെയ്തോ. ആ 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 3 നന്നായിരിക്കും. നിന്നെ പഠിക്കാൻ ഇരുത്തിട്ട് ഇവിടെ ഒന്ന് സർക്കസ് കാണിക്കാണോ? മാമോളെ വാ മിനിക്കുട്ടി. ഡാഡി പറഞ്ഞിട്ടാ. അവൾക്ക് തണുക്കുന്നു. ഡാഡി ഇങ്ങനെയാണെങ്കിൽ മോള് കുറെ പഠിക്കും. പടി. എന്തോ നീ ഇതൊക്കെ കുറേയൊക്കെ ചെയ്ത് പഠിക്കും. ഓ, ഇനിയിപ്പോ ഇതിന്റെ കുറവേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞല്ലോ. ശരീരം നന്നാണെങ്കിൽ മതി. ശ്രീമതി, ഞാൻ ക്ലാസ്സിൽ എടുത്തേ. മോള് റെഡിയായില്ലേ? മോൾ എപ്പോഴേ റെഡി. മോളെ മിനിക്കുട്ടി, സ്കൂളിൽ പോണ്ടേ മോളെ? ഈ പെണ്ണിന് പഠിക്കണമെന്ന് ഒരു വിചാരമില്ല. ഡാഡി, ആ മോള് താഴത്തെ പറയ്ക്ക്. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി സ്കൂട്ടറിൽ വെക്കേ. ഡാഡി എന്നാ? ഡാഡി ഇലക്ട്രിസിറ്റി ബില്ല് നോട്ടീസ്. ഡാഡി, ഓ
അങ്ങനെ നന്നാകാൻ ആരും അത്ര മോശമൊന്നുമല്ലല്ലോ. മോള് കളിക്കും. ആ പിടിച്ചിരുന്നോണം. അതെ ചേട്ടാ Morning, sir. Morning, sir. Morning. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ താൻ പോയ സേവിങ്സ് അക്കൗണ്ടിന്റെ ഫയലിംഗ് എടുത്തുണ്ടോ? ഓ. ആ അവിടെ. എന്തൊക്കെയുണ്ട് സുന്ദരേശ വീട്ടിൽ വിശേഷം? എന്ത് പറയാനാ സാറേ, കാലത്തെ അമ്മായി എന്നെ മരുമോളും കൂടെ തുടങ്ങും മഹാഭാരത യുദ്ധം. കല്യാണം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഈ ബാങ്കിലെ മാനേജരാണെന്നൊരു ചെറിയ കള്ളം പറഞ്ഞ് വലിയ ഭാര്യയും കല്യാണം കഴിച്ചു. ഇനിയിപ്പോ പിയൂണാണെന്ന് അറിയുമ്പോ അവൾ എന്നെ ഡൈവേഴ്സ് ചെയ്യും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ പിയൂണിന്റെ വേഷം മാറ്റി ആഫീസറുടെ വേഷം അണിയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ സാർ? ആ താൻ ഒരു കാര്യം ചെയ്യും. ഓ ആ ഷേണായോട് പോയി കൗണ്ടർ തുറക്കാൻ പറ. ശരി.